കിച്ചണിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സിൽ വെള്ളം ഒഴിക്കേണ്ട ദിവസമാണ് കേട്ടോ. ഇന്ന് 2-3-4 ദിവസം കൂടുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാറുണ്ട്. ഈ സമയത്ത് ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പാലില്ലാത്തതുകൊണ്ട് കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് രാവിലെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അതാകുമ്പോൾ സ്കൂളിലത്തേക്ക് ആവുമല്ലോ. ഈ നവരമീനില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചിക്കൻ തന്നെ വേണമെന്നില്ല. ഹന്ന സ്കൂളിൽ പോയ ശേഷം എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ഇന്ത്യയിൽ എവിടെയും വിത്ത് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കുറച്ച് ചീര വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ ഈ വിത്തൊക്കെ നമുക്ക് കിട്ടുന്നത്. പച്ചച്ചീര, ചുമന്ന ചീര, വ്ളാത്താങ്കര ചീര, മയിൽപ്പീലി ചീര, പാലക്ക് ചീര, അങ്ങനെ പലതരത്തിലുള്ള ചീര വിത്തുകളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു വെറൈറ്റി ഐറ്റമായിട്ടുള്ള ക്യാരറ്റ് മുളക്, അതായത് ക്യാരറ്റിൻ്റെ അതേ കളറിലുള്ള മുളകിൻ്റെ വിത്തും ഉണ്ടായിരുന്നു. അഗസ്ത്യ ചീരയുടെ വിത്തും ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിൽ. മഴക്കാലം ആയതുകൊണ്ട് വിത്തൊക്കെ പെട്ടെന്ന് മുളച്ച് വരും. എന്താണെന്നറിയില്ല, ഈ വർഷം മഴയും ചൂടും ഒരുമിച്ചാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിച്ചണിലെത്തിയിട്ടുണ്ട്. ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ഈ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, മുട്ട വെച്ചിട്ടും ഉണ്ടാക്കാം, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ മുട്ട ആഡ് ചെയ്യുന്നില്ല കേട്ടോ, അത് സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. വളരെയധികം ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഞാൻ ബിരിയാണി റൈസ് വെച്ചിട്ടാണ് കേട്ടോ ഇതിന് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഇടയായിട്ട് ഈച്ചയുടെ ശല്യം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഈച്ചയെ തുരത്താൻ വേണ്ടിയിട്ടുള്ളൊരു ലിക്വിഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലൊരാൾ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അത് ഭയങ്കര സ്മെല്ലാണ്. അത് നിവർത്തിയില്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കത്തിരിക്ക ഫ്രൈ ചെയ്തിട്ട് തൈരിലിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മുട്ടയും ചിക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ് കേട്ടോ റൈസിൻ്റെ കൂടെ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും രാവിലെയും റൈസാണല്ലോ ഉച്ചയ്ക്കും റൈസാണല്ലോ. അത് ബിരിയാണി റൈസാകുമ്പോൾ കുഴപ്പമില്ല, കഴിച്ചോളും. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി രാത്രിയും ഇതേ ഐറ്റം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും എന്നെ ഓടിക്കും എൻ്റെ മക്കൾ. അപ്പോൾ സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു രാത്രിയിലത്തേക്ക്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ സമയം കുട്ടികൾ യൂട്യൂബിൽ ചട്ടം പീസിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡും കഴിച്ചിട്ട് പോയി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണേ. എന്തെങ്കിലും ഒരു ഇമോജി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു. ബൈ.